ഹലോ അസ്സാം വലൈക്കും. എമിനൂസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നല്ല ടേസ്റ്റിൽ എളുപ്പത്തിൽ എങ്ങനെയാണ് ബ്രൗണി ഉണ്ടാക്കുന്നത് നോക്കാം കേട്ടോ. ഞാൻ 1 കപ്പ് മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. 250 ml ഒരു കപ്പാണ് കേട്ടോ. അത് നല്ലോണം നരിച്ചെടുക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുക. ഇനി ഒരു 1/4 കപ്പ് കൊക്കോ പൗഡറും ചേർത്ത് കൊടുത്ത് നല്ലോണം നരിച്ചെടുക്കുക. ഇനി നമുക്കിത് ഇതുപോലെ ഒന്ന് നല്ലോണം മിക്സാക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ചോക്ലേറ്റും ബട്ടറും ഒന്ന് ഉരുക്കിയെടുക്കണം. ഞാൻ 1 കപ്പ് ചോക്ലേറ്റാണ് എടുത്തിരിക്കുന്നത്. 200 ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട്. ഞാനിങ്ങനെ കേട്ടോ ഡബിൾ ബോയിൽ ചെയ്യൽ, തിളച്ച വെള്ളത്തിൻ്റെ മേലെ ഒന്ന് വെച്ച് കൊടുക്കലാണ്. അപ്പോൾ നമ്മൾ ചോക്ലേറ്റും ബട്ടറൊക്കെ നല്ലോണം മെൽറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ ആവണം. ഇനി നമുക്കൊരു പാത്രത്തേക്ക് 3 മുട്ട പൊട്ടിച്ച് വയ്ക്കാം. ഇനി ഇതിക്കൊരു 1/4 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിത് വിസ്ക് വെച്ച് നല്ലോണം അടിച്ചെടുക്കുക. നമ്മൾ കേക്ക് ഉണ്ടാക്കണ പോലെ ഫ്ലഫി ആയി വരുമൊന്നും വേണ്ട കേട്ടോ. ഇതെല്ലാം കൂടെ ഒന്ന് നല്ലോണം മിക്സായി കിട്ടിയാൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് മാറ്റി വെച്ച ചോക്ലേറ്റും ബട്ടറും ഉരുക്കിയതില്ലേ, അതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അത് ചെറുതായി ഒന്ന് ചൂട് വേണം കേട്ടോ, നല്ലോണം ചൂട് വേണ്ട, ചെറിയൊരു ചൂട് മതി. ഇനി നമുക്ക് മാറ്റി വെച്ച നമ്മുടെ പൊടിൻ്റെ മിക്സ് ഇല്ലേ, അതും കൂടെ ചേർത്ത് കൊടുത്ത് പതുക്കെ ഒന്നിങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ എടുക്കുമ്പോൾ ഇതേപോലെ റിബൺ കൺസിസ്റ്റൻസിയിലാവണം. അപ്പോഴേ നമുക്ക് നല്ല പെർഫെക്റ്റ് ബ്രൗണി കിട്ടുള്ളൂ. ഇനി നമുക്ക് ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റി കൊടുക്കാം. കുറച്ച് ഓയിലാക്കി ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് ബദാം പരിപ്പ് ചെറിയ കഷ്ണങ്ങളാക്കി ഉള്ളത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് ചോക്ലേറ്റ് കൂടെ ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഒരു ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഇനി നമുക്കിത് ഇതുപോലെ ഒരു ഫോർക്ക് വെച്ച് എല്ലായിടത്തേക്കും ഒന്ന് ആക്കി കൊടുക്കുക. ഇനി ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്തെടുക്കുക. എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. ഞാനിങ്ങനെ കേട്ടോ ബേക്ക് ചെയ്തെടുക്കണേ. ഇത് 10 മിനിറ്റ് ചൂടായ പാത്രമാണ്. 1 മണിക്കൂറോളമായിട്ടോ എനിക്കിത് വെന്ത് കിട്ടാനായിട്ട്. ശരിക്കും ഇത് 3/4 മണിക്കൂറൊക്കെ മതി കേട്ടോ. ഓരോരോ ഗ്യാസിൻ്റെ അതുപോലെ ഇരിക്കും ഇത്. 1 മണിക്കൂറിന് ശേഷം നമ്മുടെ ടേസ്റ്റി ബ്രൗണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ചെറിയ പീസും വലിയ പീസൊക്കെ ആക്കട്ടോ. അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യുക. അറിയാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൊണ്ടു. ഞങ്ങളെ വീഡിയോസുകളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. ഇനി നല്ല വീഡിയോസുമായി വരുന്നുണ്ട്. അസ്സലാമു അലൈക്കും.